കേരളത്തിൽ ഒരു നല്ല കക്കൂസ് പണിതിട്ടാൽ നിങ്ങൾക്ക് സമ്പന്നനാവാം. സംശയമുണ്ടോ? ആവശ്യ നേരത്ത് കക്കൂസിന് പകരം വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? ചോദിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കില്ലേ? അപ്പൊ അത് സ്ട്രാറ്റജിക് ആയ സ്ഥലത്ത് കക്കൂസ് പണിയണം. എത്ര ചോദിച്ചാലും കാശ് കിട്ടുന്ന മട്ടി. അതായത് സാധ്യതകളുടെ അനന്തമായ ഒരു ലോകമാണ് ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത്. നിങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക, അതല്ലെങ്കിൽ എന്തു വില കൊടുത്തും നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സ്കില്ല് ആർജിക്കുക, വൈദഗ്ധ്യം ആർജിക്കുന്നവരായി മാറുക. ഈ രണ്ടു വഴിയേ ഉള്ളൂ. കുത്തിരി പിടിച്ച് ശമ്പളം മേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. അതാണ് പ്രശ്നം. തൊഴിൽ തേടി വിദേശത്തേക്ക് എന്തുകൊണ്ട് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു? ഇവിടെ ശമ്പളക്കുറവായതുകൊണ്ടാണല്ലോ ഭൂരിഭാഗം യുവാക്കൾ പുറത്തേക്ക് പോകുന്നത്. എന്താണ് ഈ ശമ്പളക്കുറവ് വരാൻ കാരണം? ഇവിടെ ഏത് കോഴ്സ് പഠിച്ചിരുന്നാലും 20,000 25,000 താഴെ ഇവിടെ കേരളത്തിൽ ശമ്പളം കിട്ടുന്നുള്ളൂ. പുറത്ത് എന്ത് ജോലി ചെയ്യാനും താല്പര്യമുണ്ടെന്ന് സാർ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ പുറത്ത് എന്ത് ജോലി ചെയ്താലും ഇവിടെ നാണക്കേടായതുകൊണ്ടാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ അതിനേക്കാൾ ശമ്പളം കിട്ടുന്നു, ഇവിടെ ശമ്പളം വളരെ കുറവാകുന്നു. എന്താ അതിനൊരു പോംവഴി? അല്ലെങ്കിൽ യുവാക്കൾ ഇത്രയും വേഗം കുടിയേറുന്നത് മൈഗ്രേഷൻ കാരണം എന്തുകൊണ്ടാണ് നടന്നത്? ഇവിടെ ശമ്പളം കുറവാണല്ലോ. ശമ്പളം കുറവ് ഉള്ള ആളുകൾ ശമ്പളം കൊടുക്കുന്നവരായി മാറുക. അപ്പോൾ പ്രശ്നം ചെയ്യും. കാര്യം പിടിക്കും. ശമ്പളം മേടിക്കുന്നവനാകണമെന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ട് ഞാൻ മാറുന്നുള്ള ജീവിതത്തിലുള്ള പ്രശ്നം ചെയ്യും. കേരളം ഫ്ലറിഷ് ചെയ്യും. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ചു വീഴുന്നത് തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജനിച്ചു വീഴുന്ന ആളുകൾ 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് എങ്ങനെ മാറാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു. അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാനം ആ സംസ്ഥാനത്തുണ്ടാവുന്നു. നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാകണം, നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ ഇത് എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ, അല്ലേ? സംരംഭകരാകും. ഇതെല്ലാത്തിനും ചെറിയൊരു ടൂറിസം പ്രോജക്റ്റ് ആവട്ടെ. നിങ്ങൾ എന്തിന് കുറച്ചു മുമ്പ് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിൻ്റെ കാര്യം. കേരളത്തിൽ ഒരു നല്ല കക്കൂസ് പണിതിട്ടാൽ നിങ്ങൾക്ക് സമ്പന്നനാവാം. സംശയമുണ്ടോ? ആവശ്യ നേരത്ത് കക്കൂസിന് പകരം വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? ചോദിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കില്ലേ? അപ്പൊ അത് സ്ട്രാറ്റജിക് ആയ സ്ഥലത്ത് കക്കൂസ് പണിയണം. എത്ര ചോദിച്ചാലും കാശ് കിട്ടുന്ന മട്ടി. അതായത് സാധ്യതകളുടെ അനന്തമായ ഒരു ലോകമാണ് ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത്. ടോയ്ലറ്റ് ഇല്ലാത്തടത്ത് നല്ലൊരു ടോയ്ലറ്റ് പണിതിട്ടാൽ പോലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകാം. കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുക. ഒന്നാലോചിച്ച് നോക്കുക, ഈ കാലഘട്ടത്തിൽ യുവാക്കളോട് ഞാൻ സാധ്യതകളെ കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ടെത്തി സംരംഭകരായി കോടീശ്വരന്മാരായ ഇന്ത്യക്കാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നോക്കൂ. സൊമാറ്റോ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു അതിഥി വീട്ടിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു തൊഴിലിടത്തിലിരിക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനം, അതിന്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് സൊമാറ്റോ ആരംഭിച്ചത്. ഇതേപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് എടുത്ത് നോക്കിയേ. മലയാളി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പട്ടണത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ട്. ഞാൻ ഈയിടെ ഒരു കോളേജിൽ ചെന്ന് സംസാരിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഡിഗ്രിക്കെങ്കിലും പഠിക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മാസം ഒരു 10,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് പോയിട്ട് പൈസ മേടിക്കാൻ, സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനുള്ള പൈസ മേടിക്കുന്നത് നാണക്കേടാണ്. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനുള്ള വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തില് എത്രയെത്ര സാധ്യതകളുണ്ട്. ഇപ്പോ നമ്മുടെ പല ഗ്രാമങ്ങളിലെയും വീടുകളില് വൃദ്ധര് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്തുള്ള നിരവധി ഗ്രാമങ്ങൾ ഞങ്ങളുടെ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പാല, കോട്ടയം പ്രദേശങ്ങളിലൊക്കെ. ഈ വീട്ടുകാരെ എല്ലാം കണക്ട് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള സർവീസുകൾ നമുക്ക് ചെയ്തു കൊടുത്തുകൂടെ? മരുന്ന് മേടിച്ചു കൊടുക്കേണ്ടവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാം. എന്തിനേറെ ഇവരെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം ഒരു ദിവസം. അതിനൊരു 3,000 രൂപ ഫീസ് അങ്ങ് ഇടണം. മക്കൾ വിദേശത്തുള്ള മാതാപിതാക്കളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി
അവരെ എടുത്തുകൊണ്ട് പോകണമല്ല, നടക്കുന്ന പ്രായം നടക്കാൻ പറ്റുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ബിസിനസ് വിജയിക്കുന്നത്. മനുഷ്യന് ആവശ്യമില്ലാത്ത 1000 ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് കൂട്ടിപ്പോകും. പകരം യഥാർത്ഥത്തിൽ കേരളീയർ ആഗ്രഹിക്കുന്ന എന്തൊക്കെയെന്നൊരു ഗവേഷണം നടത്തും. ടീം കേരള തന്നെ അതിനുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കൂ, അതിനുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കൂ, എന്നിട്ട് ഈ മെമ്പേഴ്സിന് തന്നെ അതിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള വഴി തുറന്നു കൊടുക്കൂ. സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ ശമ്പളത്തിന്റെ കാര്യം ഇനി മിണ്ടരുത്. കാരണം കേരളത്തിൽ ശമ്പളം കുറയുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളിലാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ സ്ഥാപനത്തിൽ ഒരു വ്യക്തി വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റിലിരിക്കുന്നു. അയാൾ ആ സ്ഥാപനത്തിലെ ആ ഡിവിഷന്റെ ചുമതലകൾ ഏറ്റവും വിശ്വസ്തയോടെയും ഏറ്റവും ഭംഗിയായും എൻ്റെ അസാന്നിധ്യം പോലും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ദിവസം അയാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ഈ സ്ഥാപനം വിടാൻ തീരുമാനിച്ചിരിക്കുന്നു, എൻ്റെ പ്രതിഫലം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക? ഞാൻ അയാളോട് ചോദിക്കും, നിനക്ക് എത്രയാണ് പ്രതിഫലം വേണ്ടത്? അവൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം കൊടുത്ത് ഞാൻ നിർത്തും എൻ്റെ കൂടെ. കേരളത്തിലെ എന്നല്ല, ലോകത്തിലെ ഏത് സംരംഭകനും ചെയ്യുന്ന അതാണ്. അവിടെ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക, അതല്ലെങ്കിൽ എന്തു വില കൊടുത്തും നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സ്കിൽ ആർജിക്കുക, വൈദഗ്ധ്യം ആർജിക്കുന്നവരായി മാറുക. ഈ 2 വഴിയേ ഉള്ളൂ. ഒത്തിരി പിടിച്ച് ശമ്പളം മേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. അതാണ് പ്രശ്നം.